ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ആശംസിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ബൈബിളിൽ നിന്നും ചില ട്രിക്കി ചോദ്യങ്ങളാണ്. ദൈവവചന പഠനത്തിന് വേണ്ടി ആദ്യ ഭാഗത്ത് നമ്മൾ ചോദ്യം മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നാളെ ഇതിൻ്റെ ഉത്തരവും ചോദ്യവും അടങ്ങിയ വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഒരു വീഡിയോ കണ്ടുപിടുവാനായിട്ടല്ല, അതിൻ്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ദൈവവചന പഠനത്തിന് അത് കാരണമായി തീരും. അപ്പോൾ എല്ലാവരും ഇനിയുള്ള വീഡിയോകൾ അങ്ങനെ ഒന്ന് ശ്രമിക്കുക. ദൈവവചനം പഠിക്കുവാൻ ഇത് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ബാബേലിൻ്റെ പുതപ്പ് മനോവ്യസനമുള്ളവനെയും വ്യസനമുള്ളവനെയും മൂടുന്നു, ചിലപ്പോൾ തിന്നു രസിക്കുന്നു. ആരാണിത്? അടുത്ത ചോദ്യം: വെട്ടുക്കിളി പോലെ അസംഖ്യമെന്ന് പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? അടുത്ത ചോദ്യം: ആര് ശേഖരിക്കുന്നതിനെയാണ് കവർച്ച ശേഖരിച്ചു വെക്കും പോലെ എന്ന് ഉപമിച്ചിരിക്കുന്നത്? അടുത്ത ചോദ്യം: വടക്ക് നിന്ന് ഞങ്ങൾ അരിച്ചു കളഞ്ഞ പാരമ്പര്യം ഉള്ളവരാണ്, ഞങ്ങൾ ആരാണ്? അടുത്ത ചോദ്യം: മതിലിൽ പറ്റിപ്പിടിക്കും നിർമ്മിച്ചത് കാണിച്ചു കൊടുത്തു, പിന്നെ ഞങ്ങൾ അല്പം പരുപരുത്തവരാണ്, ഞങ്ങൾ ആരാണ്? അടുത്ത ചോദ്യം: ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു കൽപ്പന കിട്ടി, ഇഴഞ്ഞു നടക്കുന്ന ഞങ്ങൾ തിന്നാൻ കൊള്ളാവുന്നവയുമാണ്, എങ്കിൽ ഞങ്ങൾ ആരാണ്? അടുത്ത ചോദ്യം: മന്ത്രം ഫലിക്കാത്തത് ആർക്കാണ്? അടുത്ത ചോദ്യം: പൊടി ആർക്കാണ് ആഹാരമാകുന്നത്? അടുത്ത ചോദ്യം: വെട്ടുക്കിളികളെ കടലിൽ ഇട്ടത് എന്താണ്? അടുത്ത ചോദ്യം: ആരുടെ ശരണമാണ് ചിലന്തിവല പോലെ ഇരിക്കുന്നത്? അടുത്ത ചോദ്യം: നദികളുടെ അറ്റത്ത് നിന്നും ചൂളകുത്തി വിളിക്കുന്നത് എന്തിനെയാണ്? അടുത്ത ചോദ്യം: തേനീച്ച പോലെ പിന്തുടർന്ന് ചിഹ്നിച്ചു കളഞ്ഞത് ആരാണ്? അടുത്ത ചോദ്യം: എവിടുത്തെ നിവാസികളാണ് കൊതുകുപോലെ ചത്തുപോകുന്നത്? അടുത്ത ചോദ്യം: ചാകാത്ത പുഴുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പഴയ നിയമ പുസ്തകം ഏതാണ്? അടുത്ത ചോദ്യം: പുകയിൽ നിന്ന് പുറപ്പെടുകയും തേളിൻ്റെ ശക്തി ലഭിക്കുകയും ചെയ്തത് എന്തിനാണ്? അടുത്ത ചോദ്യം: വേരുണ്ടെങ്കിലും മരമല്ല, ഫലം കൊടുക്കും പക്ഷേ വൃക്ഷമല്ല, ഫലം പറിക്കും പക്ഷേ പക്ഷിയല്ല, ഫലം എന്താണ്? ഇതിൻ്റെ ഉത്തരങ്ങൾ അറിയാമെങ്കിൽ വേഗം കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ ചോദ്യങ്ങൾ ദൈവവചന പഠനത്തിനായി ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുത്.